ഒരു സൈനികനോടാണ് കാണിച്ചത്. കാലിൻ്റെ കണ്ണിനടിച്ചിട്ടിരുന്നു എൻ്റെ മോനെ. നിരങ്ങുമായിരുന്നു സെല്ലിൽ കിടന്ന്. ആ അടിയുടെ ക്ഷതം തലക്കേറ്റിട്ടുണ്ട്. അതോടെ എൻ്റെ മോൻ്റെ. നമസ്കാരം. തൃശൂർ കുന്നംകുളത്തെ സുജിത്തിന്റെ ലോക്കപ്പ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്റെ മകന്റെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്തണമെന്നുള്ള ആവശ്യവുമായി കുണ്ടറ സ്വദേശിയായിട്ടുള്ള ഡെയ്സി എന്ന അമ്മ മുന്നോട്ട് വന്നിരിക്കുകയാണ്. സൈനികനായ തോംസൺ തങ്കച്ചന്റെ മരണത്തിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഡെയ്സി എന്ന വീട്ടമ്മ ഉള്ളത്. അമ്മയുടെ മകനെ നഷ്ടപ്പെട്ടത് 2024 ഏകദേശം 8 മാസത്തോളം ആവുന്നു അല്ലേ? 8 മാസത്തോളം ആവുന്നു ഈ അമ്മയുടെ മകനെ നഷ്ടപ്പെട്ടിട്ട്. അതും ലോക്കപ്പിൽ വെച്ചുണ്ടായ ക്രൂരമായ മർദ്ദനവും തുടർന്നുണ്ടായ ചികിത്സയിലിരിക്കെയാണ് ഈ മകൻ മരണപ്പെട്ടത്. അമ്മ, ഈ CCTV ദൃശ്യങ്ങൾ കുന്നംകുളത്തെ പുറത്തു വന്നതോടുകൂടിയാണ് പല അന്വേഷണങ്ങൾക്കും ഇപ്പോൾ തുമ്പുണ്ടാകാൻ പോകുന്നത് അല്ലേ? അപ്പോഴാണ് ഞാനും കൊടുത്തത്. എന്താണ് അമ്മ അപേക്ഷിച്ചിരിക്കുന്നത്? എൻ്റെ മകനെ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ എപ്പോൾ പിടിച്ചോണ്ട് വന്നോ, എന്ന് പിടിച്ചുകൊണ്ട് വന്നോ ആ സമയം മുതൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ ജീപ്പിൽ കയറ്റുന്നത് വരെയുള്ള CCTV ദൃശ്യം വേണമെന്ന് കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്നേ ദിവസം ഈ സംഭവം നടന്നതിന് ശേഷം എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ? CCTV ദൃശ്യത്തിന് അപേക്ഷിച്ചില്ലായിരുന്നു. ഇപ്പൊ ഈ കുന്നംകുളത്തെ സംഭവം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ കിട്ടുമല്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞ് കൊല്ലം ജില്ലാ ജയിലിൽ കൊടുത്തു. അവിടെ അപേക്ഷയായിട്ട് ചെന്നപ്പോൾ എൻ്റെ മോനെ ജയിലിൽ കൊണ്ടു ചെന്ന ദിവസത്തെ CCTV ദൃശ്യം തരാൻ പറ്റത്തില്ല എന്ന് ഈ അപേക്ഷ വായിച്ചിട്ട് ആ ഗേറ്റ് ഡ്യൂട്ടിക്കാർ പറഞ്ഞു. എന്തുകൊണ്ടാണ്? എനിക്ക് അന്നത്തെയാണ് വേണ്ടത്. കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ നിന്നും അന്നത്തെ വേണം, ജയിലിൽ നിന്നും അന്നത്തെ വേണം. അത് കിട്ടണം എനിക്ക്. എന്ത് കാരണം പറഞ്ഞാണ് ഈ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയത് മകനെ? ഈ വീട്ടിൽ നിന്നല്ല, കാമുകിയുടെ വീട്ടിൽ നിന്നാണ് പിടിച്ചുകൊണ്ട് പോയത്. എന്ത് കാരണമായിരുന്നു? അങ്ങനെ എന്തെങ്കിലും അറിയത്തില്ല. FIR കിടക്കുന്ന സ്ത്രീധന പീഡനം ഒന്ന്, അത് എനിക്കറിയാൻ കഴിയും. സ്ത്രീധന പീഡനം എന്ന് പറയുമ്പോൾ ഭാര്യ ആയിരിക്കുമ്പോഴല്ലേ സ്ത്രീധനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അപ്പൊ കാമുകിയായിരുന്നു, ലിവിങ് ടുഗദർ ആയിരുന്നു. അവര് തന്നെ അതിൽ പറയുന്നുണ്ട്. സ്ത്രീധനവും ഒന്നും തന്നെ കൊടുക്കാത്ത വിരോധമാണെന്ന് അവര് തന്നെ FIR പറയുന്നുണ്ട്. ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. കൈ മേലോട്ട് കെട്ടിയിട്ടിട്ട് ഇവര് കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് പോകുന്ന സമയത്ത് എൻ്റെ മകൻ്റെ തലയുടെ പുറവശത്ത് മുറിവുണ്ട്, കയ്യിൽ മുറിവുണ്ട്, മുഖത്ത് ഇടിച്ച പാടും നീരും ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ ഇത് എവിടുന്ന് സംഭവിച്ചു? വീട്ടിനെ മർദ്ദനമേറ്റിട്ടാണോ? ആയിരിക്കാം. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തണം. എന്നിട്ട് ഇവര് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് മെഡിക്കൽ എടുക്കാൻ കുണ്ടറ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഈ മുറിവും പാടുകളും തലയിലെ മുറിവും എല്ലാം മെഡിക്കൽ റിപ്പോർട്ടിൽ ഉണ്ട്. എനിക്കത് ലഭിച്ചിട്ടുണ്ട്, എൻ്റെ കൈവശമുണ്ട്, തെളിവുണ്ട്. അത് കഴിഞ്ഞിട്ട് കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ മോനെ കൊണ്ടുവന്നിട്ട് ഇടിമുറി, വെല്ലോ ഫാംസ് എന്ന മുറി, ഇടിമുറി, CCTV ഇല്ലാത്ത മുറിയിൽ കയറ്റി അതിക്രൂരമായി മർദ്ദിച്ചു. കൈ മേലോട്ട് കെട്ടിയിട്ട് എൻ്റെ മോനെ കൈ വിലങ്ങിട്ട് കാലിലും വിലങ്ങിട്ടാണ് ഇവിടെ എല്ലാം കൊണ്ടു കിടന്നത്. ഹോസ്പിറ്റലിലും ഒരു സൈനികനോടാണ് കാണിച്ചത്. അത് കഴിഞ്ഞ് ഇടിയം പ്രദീപ് തോക്കിൻ്റെ ചെവിട് വെച്ച് എൻ്റെ മകൻ്റെ അരയുടെ മുകൾ ഭാഗം പുറകുവശത്തായിട്ട് ഇടിച്ച പാടുകളുണ്ട്. ബിസ്ക്കറ്റിൻ്റെ ആകൃതിയിൽ കിടപ്പുണ്ട്. അത് ഞാൻ കണ്ട കാഴ്ചയാണ്. നീ പട്ടാളത്തിൻ്റെ ബെൽറ്റ് കെട്ടത്തില്ലടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇടിയം പ്രദീപ് ഇടിക്കുന്നത്. CI അനിൽകുമാർ ലാത്തി വെച്ച് തലയ്ക്ക് അടിച്ചു. അത് കഴിഞ്ഞിട്ട് SI ശ്യാമകുമാരി, നിന്റെ അപ്പൻ എങ്ങനെയാടാ മരിച്ച, അതുപോലെ നിന്നെ കൊല്ലുമെന്നും പറഞ്ഞാണ് നാവിപ്പാട്ടിന് ചവിട്ടിയത് എൻ്റെ മകൻ്റെ. ഇടിയം പ്രദീപ് നാവിപ്പാട്ടിന് ചവിട്ടി. അത് കഴിഞ്ഞ് അംബരീഷ്, SI അംബരീഷ് ലാത്തി വെച്ച് മോന്റെ കാലിന്റെ വെള്ളക്ക് തുരാന്നടിയായിരുന്നു. എൻ്റെ മോന് കാല് തറയെ തൊടാൻ പറഞ്ഞതാണ്. ആ അടിയുടെ ക്ഷതം തലക്കേറ്റിട്ടുണ്ട്. അതോടെ എൻ്റെ മോന്റെ തലയുടെ ഓർമ്മയെല്ലാം പോയി. എന്നിട്ട് സെല്ലി പൂട്ടിയിട്ടു. മെഴുകുതിരി കത്തിച്ച് കാലിന്റെ വെള്ളക്ക് പൊള്ളിച്ചു. SI അനിൽകുമാർ കരണ്ടിന്റെ വയർ കരണ്ടിൽ കുത്തി കാലിൽ പൊള്ളിച്ചു. സംഭവങ്ങളെല്ലാം പറയുമ്പോഴും ഇതൊക്കെ ഇടിമുറിയിൽ നടന്ന സംഭവങ്ങളാണെന്നാണ് പറയുന്നത്. അവിടെ സ്വാഭാവികമായിട്ട് CCTVയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളില്ലല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ? അത് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തണം. അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊക്കെ പറയുന്നുണ്ടോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് പറയുന്നില്ല. സെല്ലി പൂട്ടിയിട്ട സമയത്ത് എൻ്റെ മോൻ പരാതി കൊടുത്തു പോലീസിനെതിരെ. അവരെഴുതിയെടുത്തു. പക്ഷെ അതിൻ്റെ കോപ്പിയോ റെസിപ്റ്റിൻ്റെ കോപ്പിയോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. കേസ് നടക്കുന്നുണ്ടെന്നായിരുന്നു എൻ്റെ വിചാരം. അങ്ങനെ സെല്ലി പൂട്ടിയിട്ട് അപ്പോൾ എൻ്റെ മോൻ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ എടുത്ത് കുടിക്കാൻ പറഞ്ഞു SI അനിൽകുമാർ. വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ തൂറി വാരി തിന്നാൻ പറഞ്ഞു.
ഇടിയം പ്രദീപ്. അങ്ങനെ പിന്നെ അവിടെ ഇട്ടിരുന്നു. കാലിൻ്റെ കണ്ണിനടിച്ചിട്ടിരുന്നു എൻ്റെ മോനെ. നിരങ്ങുമായിരുന്നു സെല്ലിൽ കിടന്ന്. അങ്ങനെയായിരുന്നു എൻ്റെ മോൻ്റെ അവസ്ഥ. പിറ്റേന്ന് ഉച്ചയ്ക്ക് എപ്പോഴോ കോടതി കൊണ്ടുപോയി. കോടതി കൊണ്ടുപോയിട്ട് അവരതുവഴി ജയിലിൽ കൊണ്ടുപോവുക. അപ്പോൾ ഈ മുറിവും പാടും എവിടെ നിന്നുണ്ടായി, ആ കൊണ്ടുപോയ അവസ്ഥയൊക്കെ എനിക്ക് അന്നത്തെ CCTV ദൃശ്യം വേണം എനിക്ക്. കോടതി കൊണ്ടുപോകുമ്പോൾ കുണ്ട്ര പോലീസ് സ്റ്റേഷൻ ജീപ്പിൽ കയറുന്നത് വരെയുള്ള CCTV ദൃശ്യം വേണം. അതുപോലെ ജയിലിൽ എപ്പോൾ കൊണ്ടു ചെന്നോ, ആ കൊണ്ടു ചെന്നപ്പം മുതൽ എപ്പോൾ ജാമ്യത്തിലിറങ്ങി പോകുന്നോ അതുവരെയുള്ള CCTV ദൃശ്യം. എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി, എങ്ങോട്ടൊക്കെ കൊണ്ടുവന്നു, ഇതെല്ലാം എനിക്ക് ദൃശ്യം വേണം. ഇതിനു വേണ്ടി ഏതറ്റം വരെയും പോകും. തന്നില്ലെങ്കിൽ അപ്പീൽ പോകും. അപ്പീൽ പോകേണ്ടത് എവിടെയാണെന്നല്ല എനിക്കറിയാം. ഇത് ഈ കിടക്കാട് എൻ്റെ മോൻ്റെയാണ്, ഓഹരിയ. ഇത് എഴുതി വിറ്റാലും ഞാൻ കേസ് പറയും. DGP മറുപടി തരണം എനിക്കും ഹൈക്കോടതിക്കും. തൃപ്തികരമല്ല എങ്കിൽ, എനിക്ക് തൃപ്തികരമല്ല എങ്കിൽ ഞാൻ CBIക്ക് കൊടുക്കും. CBIക്ക് മറുപടി എനിക്ക് തൃപ്തി അല്ലെങ്കിൽ ഞാൻ സുപ്രീം കോടതിയെ സമീപിക്കും. അത് തീർച്ചപ്പെടുത്തിയിരിക്കുവാണ്. എൻ്റെ മോന് നീതി കിട്ടണം. സ്ഥലം MLA വിഷ്ണുനാഥ് ഇതുവരെ ഒരു സൈനികൻ മരിച്ചിട്ട് ഈ വീട്ടിൽ കയറിയിട്ടില്ല. ഇന്നലെ 8-ാം തീയതി ഇവിടുത്തെ ഈ ക്ലബിൽ പരിപാടിക്ക് വന്നു, എന്നിട്ട് ഈ വീട്ടിൽ കയറിയില്ല. അന്ന് ചാനലിൽ ഈ വിഷ്ണുനാഥ് MLA പറയുന്നു 2 ദിവസത്തിനുള്ളിൽ ഈ അമ്മയുടെ വീട്ടിൽ പോയി ഞാൻ അമ്മയെ കാണും, അമ്മയുടെ വീട് സന്ദർശിക്കുമെന്ന്. 9ാമത്തെ മാസമാണ് എൻ്റെ മോൻ മരിച്ചിട്ട്. ഇതുവരെ ഈ വീട്ടിൽ വന്നിട്ടില്ല. ഒരു സൈന്യൻ മരിച്ച ഒരു MLA വരണമെന്ന് നിയമം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെ വന്നിട്ടില്ല. വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. അതോടൊപ്പം തന്നെ അന്വേഷണത്തിൽ ഏറ്റവും വഴിത്തിരിവാകേണ്ടുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ അമ്മ ആവശ്യപ്പെടുന്നത്. കുന്നംകുളത്തേതിന് സമാനമായ രീതിയിൽ എന്തെങ്കിലും സ്റ്റേഷനിൽ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനം തോംസൺ തങ്കച്ചന് ഏറ്റിട്ടുണ്ടോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തണമെങ്കിൽ CCTV ദൃശ്യങ്ങൾ ആവശ്യമാണ് എന്നാണ് ഈ അമ്മ ആവശ്യപ്പെടുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്നും ഈ അമ്മ വെളിപ്പെടുത്തുന്നു. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിരുവൻ വിസ്മയ ന്യൂസ്.